നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിൽ ഖുർആൻ പാരായണം എന്നൊരു പ്രോഗ്രാമുണ്ട്. അത് ഏതു വർഷം മുതലാണ് തുടക്കം കുറിച്ചതെന്ന് എനിക്ക് കൃത്യമായൊരു ധാരണയില്ല. എന്തായാലും അറിയുന്നവർക്ക് ഇത് കമൻറ്റ് ചെയ്യാം. പക്ഷേ ഒരു ബഹുസ്വര സമൂഹത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ഗവൺമെൻറ് എയ്ഡഡ് വിദ്യാലയങ്ങളുടെ കലാപരിപാടികളിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വേദം മാത്രം പാരായണം ചെയ്യുന്ന പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെടുകയും മറ്റുള്ള മതങ്ങളുടെ, പ്രത്യേകിച്ച് ക്രിസ്തു മതത്തിൻ്റെയും ഹിന്ദു മതത്തിൻ്റെയും ഗ്രന്ഥങ്ങൾ ആലപിക്കുക അല്ലെങ്കിൽ വായിക്കുക ചെയ്യുന്ന അത്തരം സംവിധാനങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒന്ന് രണ്ട് വീഡിയോസ് ഈയിടെ ഞാൻ കാണാനിടയായി. അതിൽ പ്രധാനമായത് ഒരു ഹൈന്ദവ സഹോദരൻ ചോദിക്കുന്ന ചോദ്യമാണ്. അദ്ദേഹം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വിളിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, എടോ ഹൈന്ദവരെ, എടോ ക്രൈസ്തവരെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബൈബിൾ ഈ കലോത്സവങ്ങളിൽ ഒരു ബൈബിൾ പാരായണ മത്സരം സംഘടിക്കപ്പെടാത്തത്? അതുപോലെ ഹൈന്ദവരോട് ചോദിക്കുന്നു, എടോ ഹൈന്ദവരെ, എന്തുകൊണ്ടാണ് ഒരു ഗീത ആലാപനം അല്ലെങ്കിൽ ഒരു രാമായണ ആലാപനം ഇത്തരം സ്കൂൾ കലോത്സവ പരിപാടികളിൽ സംഘടിപ്പിക്കപ്പെടാത്തത്? നിങ്ങളൊക്കെ മുസ്ലിങ്ങളെ കണ്ട് പഠിക്കണം. അവരുടെ മതഗ്രന്ഥം പോലും ഇത്തരം പൊതുമേഖലകളിൽ പോലും കൊണ്ടുവന്നു നിങ്ങളെയൊക്കെ കേൾപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ അവരെ കേൾപ്പിക്കാൻ ഇത്തരമൊരു പൊതു സംവിധാനം ഉപയോഗിക്കാൻ സാധ്യമാകുന്നില്ല എന്നാണ് അദ്ദേഹം വലിയ വിലാപത്തോടു കൂടി ചോദിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചോദ്യം ന്യായമാണ്. ഖുർആൻ പോലെ എല്ലാ മതവേദങ്ങളും ആലപിക്കുന്ന സംവിധാനം ഇത്തരം പൊതുവേദികളിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഒഴിവാക്കുകയും ചെയ്യാം. എല്ലാ മുസ്ലിങ്ങളുടെയും നിലപാട് അത്രയും തന്നെയാണെന്നാണ് എൻ്റെ നിഗമനം. കാരണം മുസ്ലിങ്ങളാരും അത്രമൊരു ശാഠ്യമുള്ളവരല്ല. ഇനി അടുത്ത വർഷം മുതൽ ഗീത ആലാപനം, ബൈബിൾ പാരായണമൊക്കെ തുടങ്ങുകയാണെങ്കിൽ മുസ്ലിങ്ങൾ അതിനെ എതിർക്കുകയും ചെയ്യുകയില്ല. കാരണം ഖുർആൻ ആലാപനം പോലെ അവരതിനെയും സ്വാഗതം ചെയ്യും എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അദ്ദേഹത്തോട് പ്രത്യേകിച്ച് ഇത്തരം മറ്റു വേദങ്ങളും ആലപിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരോട് എനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട്. അതായത്, നമ്മുടെ സർക്കാർ എന്തുകൊണ്ടാണ് ഖുർആൻ ആലാപനം മാത്രം ഇപ്പോൾ തിരഞ്ഞെടുത്തത്? തൽക്കാലം ബൈബിൾ പാരായണം, ഗീത ആലാപനം ഒന്നും ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ്? സത്യം പറഞ്ഞാൽ കേവലം ഒരു ഗദ്യ ഗ്രന്ഥമായ ഖുർആന് അത് ആലപിക്കുമ്പോൾ അല്ലെങ്കിൽ പാരായണം ചെയ്യുമ്പോഴുള്ള സൗന്ദര്യം, ആസ്വാദനം മറ്റൊരു ഗ്രന്ഥത്തിനും ഉണ്ടാവുകയില്ല, ലഭ്യമല്ല. സത്യത്തിൽ ഖുർആൻ എന്നുള്ളത് പദ്യമല്ല, ഗദ്യഗ്രന്ഥമാണ്. എന്നിട്ടും മറ്റു കവിതാ രൂപത്തിലുള്ള പദ്യഗ്രന്ഥങ്ങളെക്കാൾ നല്ല കൗതുകകരമായ ആസ്വാദനമാണ് അത് കേൾക്കുമ്പോഴുണ്ടാകുന്നത്. ആ ഒരു ആസ്വാദനം ഒരുപക്ഷെ ഗീത ആലപിക്കുമ്പോഴോ അല്ലെങ്കിൽ രാമായണം ആലപിക്കുമ്പോഴോ ഒന്നും ഉണ്ടാവാനിടയില്ല. അതെന്തായാലും ഇനി ഖുർആൻ പോലെ ആസ്വാദനം ലഭ്യമാകുന്നില്ല എങ്കിലും അടുത്ത വർഷമെങ്കിലും ഗീതയും രാമായണമൊക്കെ ആലപിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആവശ്യം. എന്നാൽ സത്യത്തിൽ ഇവിടെ സ്തംഭിച്ചു നിൽക്കുന്നത് നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാരാണ്. കാരണം ബൈബിൾ എന്നുള്ളത് ഒരു പദ്യഗ്രന്ഥമല്ല, തീർത്തും ഗദ്യമാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈബിളിൻ്റെ യോഹന്നാന്, ലൂക്കോസ്, മർക്കോസ്, മത്തായി, അങ്ങനെ വെളിപ്പാട് പുസ്തകം വരെയുള്ള ഏത് പുസ്തകവും വായിച്ചു നോക്കാം. എന്നാൽ ഖുർആനിന് ശുദ്ധമായ അറബിയിൽ തന്നെ അത് പാരായണം ചെയ്യുമ്പോഴുള്ള സൗന്ദര്യം, അതുപോലെ ഗീത ആ വിശുദ്ധ സംസ്കൃത ഭാഷയിൽ പാരായണം ചെയ്യുമ്പോഴുള്ള ആ മാസ്മരിക ധ്വനി, അത് നമുക്ക് ബൈബിൾ പാരായണം ചെയ്യുമ്പോൾ ലഭ്യമാവുകയില്ല. കാരണം നമ്മുടെ നാട്ടിൽ ബൈബിൾ ഉപയോഗിക്കുന്നത് മലയാള ഭാഷയിലാണ്. യേശുവിൻ്റെ അധ്യാപനങ്ങൾ എഴുതിയ അപ്പോസ്തലന്മാർ ഗ്രീക്ക് ഭാഷയിലും അരമായിക്ക് ഭാഷയിലുമൊക്കെ അദ്ദേഹം പഠിപ്പിച്ച അധ്യാപനങ്ങൾ എഴുതി വച്ചാൽ അത് സർവകാലത്തും ആ പ്രാചീന ഭാഷയിൽ തന്നെ നിലനിൽക്കണമെന്നില്ല. കാരണം ഇന്ന് അരമായിക്ക് ലാംഗ്വേജും അതുപോലെ ഗ്രീക്ക് ലാംഗ്വേജും ഒന്നും വേണ്ട പോലെ നമ്മുടെ വൈദികർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ബൈബിളിൻ്റെ കേവലം ഒരു ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗന്ദര്യം ഒരുപക്ഷെ ഖുർആനോ ഗീതയോ ആലപിക്കുന്ന സൗന്ദര്യത്തോട് കിടപിടിക്കുകയില്ല.